വൈകിട്ട് 6:05. നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ അവസരം ലഭിക്കുന്ന ക്യാപ്റ്റനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഈ ആഴ്ചത്തെ മത്സരങ്ങളിൽ ഇന്ന് നടന്ന രണ്ടാം മത്സരത്തിൽ 3 പോയിന്റുകളോടെ ഒന്നാം സ്ഥാനം നേടി വിജയിച്ചത് ടീം ടണൽ. ടീം ടണലിന് അഭിനന്ദനങ്ങൾ. 2 പോയിന്റുകളോടെ രണ്ടാം സ്ഥാനത്ത് ടീം ഡെൻ. 1 പോയിന്റോടെ മൂന്നാം സ്ഥാനത്ത് ടീം നെസ്റ്റ്. പവർ ടീമിന് ഈ മത്സരത്തിൽ പോയിന്റുകൾ ഒന്നുമില്ല. 52-ാം ദിവസം വൈകിട്ട് 6:20. ഞാൻ ടണലിനെയും ഡെന്നിനെയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡെന്നിലുള്ള വ്യക്തികളെ കുറിച്ച് ആദ്യം പറഞ്ഞത് ആരെയാ? കേക്കാത്തോലവനിക്ക് ആദ്യം പറഞ്ഞത് എന്റെ സത്യസന്ധതനെയും ഞാനൊന്നും ഫുള്ളും കേട്ടില്ല. നിങ്ങൾ പക്ഷെ അടി ഉണ്ടാക്കണേ കണ്ട് ചോദ്യം ചെയ്തത്. നീ സത്യസന്ധനല്ല എന്ന് പറഞ്ഞു തുടങ്ങി. നീ നെക്സ്റ്റ് ടീം സത്യസന്ധനല്ല എന്നല്ല പറഞ്ഞു. ഞാൻ ടീമിനെ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ടീമിനെ പറയാം. ഞാൻ ടീമിനല്ലാതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പേഴ്സണലി അറ്റാക്ക് അവളതെടുത്തിട്ട് നിന്നെ മുന്നത്തെ കാര്യങ്ങൾ എടുത്തിട്ട് മനസ്സിലായി. 52-ാം ദിവസം രാത്രി 8:40. കൈയൊന്ന് കഴിയണേ കെട്ട് കെടുക്കുന്നതിന് മുമ്പ്. മറന്നോ? ഒന്നുകൂടെ കെട്ടിക്കോ മുടി അഴിഞ്ഞു. ഓക്കെ, ഇതൊരു നല്ല ഓപ്ഷനാണ്. ക്യാപ്റ്റൻ അല്ലേ, ആരെങ്കിലുമൊക്കെ നോക്കിയിരിക്കുന്നുണ്ടാവും എവിടെയെങ്കിലൊക്കെ. അതുകൊണ്ടാ കൃത്യമായി കെട്ടി. പക്ഷെ ഇവിടെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത്. പക്ഷെ ജാസ്മിന്റെ ഒരു സീൻ വന്നതുകൊണ്ട് ജാസ്മിൻ അങ്ങ് നിനക്ക് ഇനി അത് പറയണ്ടെന്ന് വെച്ച് പറഞ്ഞതാണ്. അല്ല, അതങ്ങനെയാണ്, പൊതുവേ അങ്ങനെയാണ്. ആലോചിച്ച് നോക്കിയ കിച്ചൺ കൗണ്ടറിൽ കക്കൂസ് നോക്കുന്ന ചൂല് കൊണ്ടുവച്ച മനുഷ്യനും അവിടെ നിക്കർ കൊണ്ടുവച്ച മനുഷ്യനുമാണ് ഇന്നിവിടെ നിന്ന് കോര പ്രസംഗിക്കുന്നത്. ആ മനുഷ്യൻ എവിടെ? ക്ലീൻ ചെയ്യാൻ ആളെവിടെ? അർദ്ധരാത്രി 12:45. നാളെ നമുക്ക് ആരുടെയെങ്കിലും ഒരു, അത് വില കൂടിയ സാധനങ്ങളല്ല, പക്ഷെ അവരുടെ സാധനം മോഷ്ടിച്ചിട്ട് എടുത്തു വെക്കാം. ഇത് പവർ ടീം അപ്സരയ്ക്കും സിജോയ്ക്കും തരുന്ന ടാസ്ക് ആണ്. ഇല്ല ഞങ്ങൾ മാത്രം, ഞങ്ങൾ ആരോടും പറയില്ല. നിങ്ങൾ എത്ര പേരാണ് ഇതോ? കട്ട സാധനം എന്താന്ന് ആരുതാന്ന് ഞങ്ങളോട് പറയണം. നിങ്ങളെ ഏൽപ്പിക്കും ഞങ്ങൾ. 52-ാം ദിവസം പുലർച്ചെ 1:20. അയ്യോ നേട്ട വരണേ. എന്നെ വീർപ്പാക്കി ചേച്ചിയുടെ കുടിച്ചോണ്ടി പോണ്ട്. ചേച്ചിയുടെ ചെരിപ്പടിച്ചു മാറ്റി. ഇല്ല പന്നായിട്ട് കണ്ടത്. സെക്കൻഡ് നാളെ ചലഞ്ച് കാണും.
നമ്മുടെ സായിയും ചേർന്നിട്ട് നെക്സ്റ്റ് ടീമിൽ അപ്സരയ്ക്കും സിജോയ്ക്കും ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആരുടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും പ്രിയപ്പെട്ടൊരു സംഭവം, അതായത് അവർ കാണാതായാലും അത് അന്വേഷിക്കും. എന്നാൽ അത് ഒരുപാട് വില കൂടിയതോ അങ്ങനെയുള്ള ഒന്നുമല്ല, പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നുമല്ല. എന്തെങ്കിലും ഒരു സംഭവം അത് അവരറിയാതെ അടിച്ചു മാറ്റിക്കൊണ്ട് തരിക, അതായിരുന്നു സംഭവം. പക്ഷേ ഞാൻ കുളിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ വാതിക്കൽ ഊരിയിട്ട് എൻ്റെ തന്നെ ചെരുപ്പ് അവരടിച്ചുകൊണ്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇത് കാണാതെ കിടന്ന് അന്വേഷിക്കുന്നതായിരിക്കും അവരുദ്ദേശിക്കുന്നത്. പക്ഷേ എൻ്റെ ചെരുപ്പ് അവരാണ് സുട്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് അവരോട് അറിഞ്ഞതായിട്ട് കാണിക്കുന്നില്ല. നമുക്ക് എവിടെ വരെ പോകുമെന്ന് നോക്കാം. ബിഗ് ബോസ്, ഞാൻ ബിഗ് ബോസിനോട് മാത്രമേ പറയുന്നുള്ളൂ, അവരെന്നോട് പറയുകയോ ഇല്ലേ എന്ന് നോക്കാം. ഓക്കെ ബിഗ് ബോസ്, ഗുഡ് നൈറ്റ്, ലവ് യു. ഈ ആഴ്ചയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടവരിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി